ഇൻ്റർനാഷണൽ മീഡിയ വരെ ഇന്ത്യ പലയിടത്തും ബാർ ചെയ്തിരിക്കുകയാണ്. കാരണം റിപ്പോർട്ട് ചെയ്യരുത്, പല ആൾക്കാരെയും പറഞ്ഞു വിട്ടു. അതായത് ഏകാധിപതിയും ജനസൈഡും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതാണ് മോദിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് പോർട്രേ ചെയ്യുവാൻ ഗ്ലോബലി ഈ പറയുന്ന രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ സൗദി അതിനെ ബാക്കപ്പ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അമേരിക്കയാണെങ്കിലും അതിനകത്തു നിങ്ങൾ ഇപ്പോഴത്തെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനകത്ത് അതും പ്രശ്നമാണ്. അമേരിക്ക അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, ആ രീതിയിലോട്ട് ഗ്ലോബലി ഇന്ത്യയുടെ പേരങ്ങ് നാശമാക്കുക. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെല്ലാം കുറച്ചുകൂടി വിശാലമായ ഗ്ലോബൽ പൊളിറ്റിക്സും കാര്യങ്ങളും സാധ്യത. നമുക്കത് കുറച്ചുകൂടി ഇപ്പം പ്രത്യേകിച്ച് മലയാളികളുടെ ഒക്കെ നറേറ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദിയൊക്കെ. അപ്പോൾ ആ പാകിസ്ഥാൻ്റെ ഒരു നറേറ്റീവിലേക്ക് സൗദി പോവുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അവിടെയുള്ള ഈ പറയുന്ന അതല്ല ഇതിൻ്റെ പ്രധാനമായിട്ട് ഇപ്പം പാകിസ്ഥാൻ്റെ നറേറ്റീവിലോട്ട് സൗദി പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അടുത്തത് UAE പോവും, അതിൻ്റെ കൂടെ തന്നെ ഖത്തർ പോവും. അതേപോലെ അറേബ്യൻ രാജ്യങ്ങൾ ഏകദേശം ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ കണക്കനുസരിച്ച് 1.25 കോടിയോളം ഇന്ത്യക്കാർ അറബ് രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും വെസ്റ്റ് ഏഷ്യയും ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. അത് ചിലപ്പം 1.25 മുതൽ 1.5 കോടി വരെ പോകാം ഇല്ലീഗലായിട്ട് പോയവരുണ്ട്. ഇവർക്കൊന്നും അവിടെ വീട് മേടിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം അത് ബേസിക്കലി എങ്ങനെ പല ആൾക്കാർ സംശയം എങ്ങനെ ബാധിക്കും? ഈ ലോകത്തെ എങ്ങനെയാണ് ഈ ജനസൈഡ് എന്നും പറഞ്ഞ് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ബാധിച്ച്, ചെറിയ കമ്മ്യൂണിറ്റിയെ അവരെ ബാധിച്ചോ ഇല്ലയോ? ശരിയാണ്. ഗ്ലോബലായിട്ട് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇന്നയാളാണെന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് അമേരിക്കയിലാണെങ്കിലും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായോ ഇല്ലയോ?